ഹായ്, കിച്ചണിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കട്ടിംഗ് ബോർഡ്. അപ്പോൾ അതിൽ നമുക്ക് സാധാരണ കിട്ടുന്നത് ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെ, രണ്ടാമത്തേത് വുഡൻ കട്ടിംഗ് ബോർഡ്, പിന്നെ കിട്ടുന്നത് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ അതിൽ ഏതാണ് നല്ലതെന്ന് നമുക്കിത് നോക്കാം. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച കട്ടിംഗ് ബോർഡാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ്. ഇത് നമ്മളിങ്ങനെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫിഷൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കത്തിയുടെ ഇങ്ങനെ പാടുകൾ വരും. അപ്പം നമ്മളിത് കട്ട് ചെയ്തിട്ട് നമ്മൾ കത്തി കൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെ നമ്മുടെ പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഏതോ പാത്രത്തിലോട്ടോ നമ്മൾ തട്ടിയിടുന്നത്. ആ സമയത്ത് ഇതിൻ്റെ ചെറിയ ചെറിയ പീസുകളും കൂടി നമ്മുടെ ഫുഡിലോട്ട് വരും. അപ്പോൾ നമുക്കത് ആരോഗ്യത്തിന് കേടാണല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ച കട്ടിംഗ് ബോർഡാണ് വുഡൻ കട്ടിംഗ് ബോർഡ്. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ നമ്മളിത് ഡ്രൈ ആക്കി സൂക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടാകുമ്പോൾ ഇതേപോലെ പൂപ്പൽ പിടിക്കും. ഇതിൻ്റെ വിടവിലൊക്കെ വെള്ളമൊക്കെ കയറി നമുക്ക് ബാക്ടീരിയ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഞാൻ ഉപയോഗിച്ചതാണ് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ്. സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെജിറ്റബിൾസ്, അത് ഫിഷ്, ഇറച്ചി എല്ലാം നമുക്കിതിൽ നന്നായിട്ട് കട്ട് ചെയ്യാനും പറ്റും. നമുക്ക് ഇത് വൃത്തിയായിട്ട് നല്ല രീതിയിൽ സൂക്ഷിക്കാനും പറ്റും. ശരിക്കും ഒറ്റ പ്രാവശ്യം പൈസ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കട്ടിംഗ് ബോർഡ് വാങ്ങിക്കേണ്ടിയും വരില്ല. ഇതേപോലത്തെ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് ആകുമ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഈസി ആയിട്ട് ഇത് ഇതേപോലെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്ലിപ്പ് ആവാതെ നമുക്ക് പച്ചക്കറികൾ കട്ട് ചെയ്യാനും അതേപോലെ തന്നെ മാവ് കുഴയ്ക്കാനും പരത്താനും ഒക്കെ ഈസി ആയിട്ട് സാധിക്കും. ഇനിയുള്ള കട്ടിംഗ് ബോർഡ് ഇതേപോലത്തെയാണ്. നമുക്ക് വളരെ ഹാൻഡി ആയിട്ട് അതേപോലെ ക്ലീൻ ചെയ്ത് ഹാങ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ സ്റ്റീലിൻ്റെ 2 ടൈപ്പ് കട്ടിംഗ് ബോർഡുകളും നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം. അതിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തിരിക്കുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. നമ്മൾ പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും. താങ്ക്